ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഇതാച്ചാൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഡയറക്റ്റ് ടോപ്പിക്കായിട്ടില്ല. അപ്പോൾ ഇമ്പാക്ട് പാരാമീറ്റർ ഒരു ടോപ്പിക്കായിട്ട് തന്നെ ഉണ്ട്. പക്ഷേ ഇത് ഒരു ക്വസ്റ്റ്യനായിട്ട് ഉള്ള സാധനമാണ് ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അതിൻ്റെ അകത്ത് ചില പ്രോബ്ലംസ് ചോദിക്കാം, അങ്ങനെ പലതും ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ അകത്ത് സംഭവം ഇതിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചിട്ടൊക്കെയാണല്ലോ നമ്മൾ സാധാരണ ചാപ്റ്റർ പഠിക്കുന്നത്. നമ്മൾ കാര്യം തുടങ്ങിയെന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ചാർജസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്റേഴ്സിലേക്ക് കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് തുടങ്ങുന്ന ന്യൂത്തിൽ നിന്നാണ്. തുടങ്ങുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുളംസ് ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗ്രാവിറ്റേഷൻ പഠിച്ചു ഓർമ്മ. ഗ്രാവിറ്റേഷൻ്റെ അകത്ത് നമ്മൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പഠിച്ചു ഓർമ്മയുണ്ട്. ഫോഴ്സ് ബിറ്റ്വീൻ ടു മാസ്, എനി ടു മാസസ്, അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ എനി ടു മാസസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് എന്ന് പറയുന്നത്. അതായത് M1 M2 എന്ന രണ്ട് മാസുകൾ ഇരുന്നാൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആറാണെങ്കിൽ ഇവരുടെ ഇടയിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. ഗ്രാവിറ്റേഷൻ ആകുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമാണ്, റിപ്പൽഷൻ ഇല്ല. ഗ്രാവിറ്റേഷൻ്റെ പ്രത്യേകത എന്താ? അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. ഈ ഫോഴ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട് G(M1 M2) ഡിവൈഡഡ് ബൈ r². ഇങ്ങനത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് മാസസ് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ഇരുന്നാൽ ഇവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകുകയും ആ ഫോഴ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നാൽ മതി? പ്രൊപ്പോർഷണൽ ടു M1 M2 r² എന്നാണ്. G എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അതിനൊക്കെ നമ്മൾ കൊണ്ടുവന്നതാണ്. F G മാസ്, പ്രൊഡക്റ്റ് ഓഫ് മാസസിൻ്റെ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഇതേപോലെ തന്നെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് വരുമ്പോൾ രണ്ട് ചാർജസ് Q1 Q2 എന്ന രണ്ട് ചാർജുകളെ കുറിച്ചൊക്കെ നമ്മൾ വൃത്തിക്ക് പഠിക്കും. Q1 Q2 എന്ന രണ്ട് ചാർജുകൾ. അപ്പോൾ ചാർജുകളുടെ കേസ് പറയുമ്പോഴേക്കും നമുക്കറിയാം, ഇപ്പോൾ ഇലക്ട്രോൺ ഒരു ചാർജാണ്. പ്രോട്ടോൺ അതൊരു ചാർജാണ്, അതൊരു പാർട്ടിക്കിളാണ്, അതിന് ചാർജുള്ളൊരു പാർട്ടിക്കിളാണ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് ചാർജസ് ഒരു ഡിസ്റ്റൻസ് ഇരുന്ന് കഴിഞ്ഞാൽ ഇവരുടെ ഇടയിലും ഫോഴ്സ് ഉണ്ടാവും. ഇവരുടെ ഇടയിൽ എന്തുണ്ടാവും? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്, ഒരു റിപ്പൾസീവ് ഫോഴ്സ്, രണ്ടും ആവും. ഇത് രണ്ടും പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എന്ത് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക? റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ് ആണെങ്കിൽ അവർ തമ്മിൽ ഉണ്ടാകുന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ അട്രാക്ഷൻ ആയിക്കോട്ടെ റിപ്പൾഷൻ ആയിക്കോട്ടെ, ആ ഫോഴ്സിന് നമുക്ക് പറയാം ആ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇവിടെ പറഞ്ഞല്ലോ M1 M2 r² പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഗസ് ചെയ്യാവും. എന്തായിരിക്കും? Q1 Q2 ഡിവൈഡഡ് ബൈ r² ആയിരിക്കും. ആ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദെയർ ഡിസ്റ്റൻസ് ആണ്. ഇതേപോലെ ഇതിൻ്റെ ഒരു അനലോഗസ് ആയിട്ട് നമുക്കിത് പഠിക്കാം. പക്ഷേ ഇവിടെ G എഴുതാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ കൊണ്ടുവരുന്നത് വേറൊരു കോൺസ്റ്റൻറ്റിനെയാണ്. ആ കോൺസ്റ്റൻറ്റിന് 1/4πε0 എന്നൊരു സംഭവമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. 1/4πε0 ഒരു വാല്യൂ ഒക്കെ ഉണ്ട്. 9×10⁹ എന്നൊക്കെ പറയുന്ന വാല്യൂ ഉണ്ട്. നമ്മൾ വൃത്തിക്ക് പഠിക്കും കേട്ടോ. അതിൻ്റെ അകത്ത് ആക്ച്വലി നമ്മൾ എടുക്കുന്നത് ഈ ε0നെയാണ്. പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞ ε0 അതിന് എടുക്കും. അത് നമുക്ക് അവിടെ നിൽക്കട്ടെ. ഇത്രയും കാര്യം നോക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? F = 1/4π ഇതിനുള്ളിൽ വിളിക്കുന്നത് ε0 എന്നാണ്. ε0 കേട്ടോ, 1/4πε0 Q1 Q2 r². ഇങ്ങനെയാണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ പറയുന്നത്. അതായത് രണ്ട് ചാർജസ് ഇരിക്കുന്നു, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആണ്. ഇവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവാം, അതേപോലെ തന്നെ എന്തുണ്ടാവും? റിപ്പൾസീവ് ഫോഴ്സും ഉണ്ടാവാം. ആ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് ഫോഴ്സ് F = എന്താ പറഞ്ഞിരിക്കുന്നത്? 1/4πε0 Q1 Q2 r² എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ രണ്ട് ചാർജുകൾ നിങ്ങളിൽ തന്നു വിചാരിക്കുക. ആ രണ്ട് ചാർജുകളിൽ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് തന്നാൽ ആ ചാർജുകൾ തമ്മിലുണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ, ഫോഴ്സിൻ്റെ വാല്യൂ എത്ര ന്യൂട്ടൺ ആണ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അതിൽ 1/4πε0 വാല്യൂ 9×10⁹ ആണ്. ഇത് ഓർത്തിരുന്നാൽ മാത്രം മതി. ഇനി ഇതേപോലെ തന്നെ വേറെ സംഭവമുണ്ട്. അതിനകത്ത് ε0 വാല്യൂ കൂടെ എഴുതിയേക്കാം. ε0 വാല്യൂ എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ ഇത് ഓർത്തി 9×10⁹ ആണ്. എന്തിൻ്റെ വാല്യൂ? 1/4πε0 വാല്യൂ Q1 Q2 r². അതാണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഇനി ഇതേപോലെ തന്നെ ഈ രണ്ട് ചാർജ്, ഇങ്ങനത്തെ രണ്ട് ചാർജ് ഇരുന്ന് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു സിസ്റ്റം, ഇതിപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോഴേക്കും ഇതൊരു സിസ്റ്റം ഓഫ് ചാർജസ് ആണ്. ഈ ചാർജുകൾക്ക് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. നമ്മൾ കൈനറ്റിക് എനർജി പഠിച്ചിട്ടുണ്ട്, പൊട്ടൻഷ്യൽ എനർജി പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് ഒരു ടേബിളിൻ്റെ പുറത്തൊരു മാസ് എം ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പം ഇവൻ h ഹൈറ്റിലാണ് ഗ്രൗണ്ടിൽ നിന്നിരിക്കുന്നതെങ്കിൽ പിന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്ത് വരും? mg(h) എന്ന് വരും അല്ലേ? ഇത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അതായത് ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ എം എന്ന മാസും നമ്മുടെ ഭൂമിയുടെ മാസും കൂടെ ഒരു സിസ്റ്റമായിട്ട് വരുമ്പോഴാണ് അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ എനർജി വരുന്നത്. ഇവിടെ വരുന്നത് ഇതെന്താ? ഇതൊരു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. രണ്ട് ചാർജുകൾ അനങ്ങാതിരിക്കുമ്പോൾ ഇവരുടെ ഇടയിൽ എന്തുണ്ടാവും? ഒരു എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യു വെച്ചിട്ടാണ്. യു ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്, 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ, ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ r മാത്രമേ ഉള്ളൂ, r² ഇല്ല. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/4πε0 Q1 Q2 ബൈ r² ആണ്. 1/4πε0 Q1 Q2 ബൈ r² എന്ന് എഴുതി. ഓക്കെ, അതേപോലെ തന്നെ ഇതേപോലെ സിസ്റ്റം ഓഫ് ചാർജസ് ഇരുന്ന് കഴിഞ്ഞാൽ രണ്ട് ചാർജസ് ആണെങ്കിൽ അവർ തമ്മിൽ എന്തുണ്ടാവും? ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, വിച്ച് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ r എന്നൊരു പൊട്ടൻഷ്യൽ എനർജിയാണ് ഉണ്ടാകുന്നത്. ഇതിൽ വേറെ സംഭവമുണ്ട്, കുറേ സംഭവങ്ങളുണ്ട് ഇതിൻ്റെ അത്. ഫോഴ്സിൽ കുറേ കാര്യങ്ങളുണ്ട്. ചാർജ് ആണെങ്കിൽ നമ്മൾ ഇവിടെ പോസിറ്റീവ് സൈൻ നെഗറ്റീവ് സൈൻ എടുത്തില്ലാത്ത സമയം പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ പോസിറ്റീവ് സൈൻ നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഒരു ചാർജ് പോസിറ്റീവ്, ഒരാൾ നെഗറ്റീവ് ആണെന്ന് കരുതുക, നമ്മൾ നെഗറ്റീവ് ആരാണോ അയാൾക്ക് സൈൻ കൊടുക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇവിടെ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതാ ഈ ഇക്വേഷനാണ് ആവശ്യം. ആരുടെ? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജ്. അതാണ് നമുക്ക് ഇവിടെ ആവശ്യം. രണ്ട് ചാർജുകൾ പൊട്ടൻഷ്യൽ എനർജി ഒരു ഡിസ്റ്റൻസ് ഇരുന്നാൽ ഇവർ തമ്മിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തേ. ഈ